Good evening. Good evening, everybody. Good evening. Good evening. Good evening, dear students. Good evening. Good evening, everybody. Good evening, dear students. നമ്മൾ ഇന്ന് ഈ സന്ധ്യയിൽ ഇവിടെ ഒത്തുകൂടിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഒത്തുചേരലാണ്. അതായത് നമ്മളുടെ മുമ്പിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഏത് രീതിയിൽ നമുക്ക് സാക്ഷാത്കരിച്ചെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യ അവസാനം വരെ ഇത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം, അത് ഉൾക്കൊള്ളണം മാക്സിമം. അതെങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. കാരണം പഠിപ്പിക്കാനേ എനിക്ക് കഴിയൂ, പഠിക്കേണ്ടത് നിങ്ങളാണ്. നമ്മളുടെ മുമ്പില് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസരത്തിൽ വലിയൊരു ടാസ്ക് തന്നെയാണ് ഈ PSC എക്സാം എന്നുള്ളത്. അതിനുള്ള തെളിവുകളായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പൊ കഴിഞ്ഞുപോയ എക്സാമുകളാണ്. പുതിയ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ട് PSC ഉദ്യോഗാർത്ഥികളെ വലച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കും കുറച്ച് തീരുമാനങ്ങൾ ഉദ്യോഗാർത്ഥികൾ എന്നുള്ള നിലയിൽ നമ്മൾക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ പ്രാധാന്യം ശരിക്കും നിങ്ങൾ ഉൾക്കൊള്ളണം. ആദ്യം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള എക്സാം നടന്നു. ആ എക്സാമിൽ ഒരു സിലബസ് പോലും തരാതെ PSC നമ്മളെ മൊത്തം വലച്ച ഒരു കണ്ടീഷനായിരുന്നു. അതിനുശേഷം ഡിഗ്രി ലെവൽ എക്സാമുകൾ വന്നു. ആ ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ആദ്യം ഒരു ഒന്നാം ഘട്ടം നടന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം വളരെയേറെ വിഷമിച്ചു. കാരണം ചോദ്യങ്ങൾ പലപ്പോഴും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആൻസർ ചെയ്യാനായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന, സമയം തികയാത്ത രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് അത്രയ്ക്ക് തീവ്രമായിട്ട് പഠിച്ചാൽ, അതായത് ഒരു IAS ലെവലിൽ നമ്മൾ പഠിച്ചാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് എത്തി. അതിനുശേഷം രണ്ടാം ഘട്ടം എക്സാം ഈ കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞപ്പോൾ അത് അതിനേക്കാൾ കൂടുതൽ ടഫായിട്ടുള്ളതായിട്ട് മാറി. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർ തമ്മിലുള്ള ഒരു മത്സരം ഇവിടെ ശരിക്കും നടക്കുന്നുണ്ട് എന്ന് തന്നെ ചുരുക്കത്തിൽ പറയാം. ഇവിടെ വിദ്യാർത്ഥികളെ ആയിട്ടുള്ള മത്സരമല്ല, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നവർ തമ്മിലുള്ള ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമുകൾ വളരെ ടഫായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ നേരിടാൻ നമ്മൾ സജ്ജമായി തീരേണ്ടിയിരിക്കുന്നു. അല്ല വെറുതെ ഒരു ഈസി ആയിട്ട് നമ്മൾ എന്തെങ്കിലും എല്ലാം പഠിച്ചിട്ട് നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താമെന്ന് നിങ്ങൾ വ്യാമോഹിക്കരുത്. കാരണം അതൊരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമാണ്. നമ്മൾ വളരെ അടക്കും ചിട്ടയോടും കൂടി വളരെ ക്രമപ്പെടുത്തിയുള്ള ഒരു പഠനത്തിൽ നിന്ന് മാത്രമാണ് നമ്മളുടെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ലക്ഷ്യം കുറിച്ചു വെക്കണം. ആ ലക്ഷ്യം നിങ്ങൾ കുറിച്ചു വെക്കണം. നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത്, അതിനെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം നിങ്ങൾ മനസ്സിലുണ്ടാക്കിയെടുക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെൽമ മൈക്കൊന്ന് മൂട്ട് ചെയ്യോ? അപ്പൊ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിനെ തരണം ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് നമുക്ക് ആ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ് അത് ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള മികവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പൊ കഴിഞ്ഞ എക്സാമുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ വസ്തുത എന്ന് വെച്ചാൽ അത്രയേറെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അതിനെ നമ്മൾ കാണേണ്ട ആ ഒരു രീതി
കുട്ടികൾ. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനുകളും ചവറ് പോലെ നമ്മൾ ആൻസർ ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതായത് കുറച്ച് ആൻസർ ചെയ്താൽ അയ്യോ ഞാൻ കുറച്ചല്ലേ ആൻസർ ചെയ്തുള്ളൂ, അപ്പൊ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരില്ല എന്നുള്ള ഒരു ഭീതി എല്ലാ ഓരോരുത്തരിലും ഉണ്ട്. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരുടെ ഒരു ഭീതി അതാണ്. നമ്മൾ നോക്കുന്നത് നമ്മളുടെ മുമ്പിലുള്ളവരെ, അല്ലെങ്കിൽ ആ ക്ലാസ്സിലുള്ള മറ്റുള്ളവരെ, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളെ. അയ്യോ ഞാൻ 20 ആൻസർ ചെയ്താൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നില്ലെങ്കിലോ, അയ്യോ ആ കുട്ടി 50 ആൻസർ ചെയ്തിട്ടുണ്ടാവും, ആ കുട്ടി 75 ആൻസർ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുമ്പിലുള്ള കുട്ടിയിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അയ്യോ ഒരു 50 ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനൊന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇരുന്ന് ഡാർക്കൺ ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് പോകുന്നു. അത് പാടില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുക. അങ്ങനെ പാടില്ല. നിങ്ങൾക്ക് 20 അറിയുന്നതെങ്കിൽ ആ 20 മാത്രം എഴുതി പരീക്ഷിക്കുക. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മളുടെ പോക്ക് അങ്ങനെ ആയിരിക്കണം. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു. മുമ്പുള്ള എക്സാമുകളിൽ അതിന്റെ എല്ലാം കട്ട് ഓഫുകൾ വളരെ കുറവായിട്ടായിരിക്കും വരിക. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ സമയത്തിന്റെ പരിമിതികള്, അതേപോലെ ഇതുപോലെ കുറെ പേര് ഇങ്ങനെ ഡാർക്കൺ ചെയ്തു വെച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടന്നത് കൊണ്ട് കട്ട് ഓഫുകൾ വളരെ കുറവായിട്ട് വരും. അപ്പൊ 20 ചെയ്തവർക്ക് ചാൻസുകൾ ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ അതിതീവ്രമായിട്ട് വേണം നമ്മൾ അതിനെ മുന്നിൽ നോക്കി കാണാൻ. കാരണം ഇതൊരു ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ചിട്ടയായ പഠനം ഇതിന് ആവശ്യമാണ്. അതേപോലെ നമ്മളുടെ ബുദ്ധികൂർമ്മത, നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്താൽ മാത്രമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിയുള്ളൂ. നമ്മുടെ ക്ലാസ്സുകളെല്ലാം പോയിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതേപോലെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അതേ രീതിയിൽ തന്നെയാണ്. ആ PSC ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ, അതിനേക്കാൾ ഉയർന്ന രീതിയിൽ തന്നെ നമ്മുടെ എക്സാമുകൾ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയുന്നു, നമ്മളുടെ ആ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിലേക്ക് വളർത്തിയെടുക്കുക. ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മുടെ ആ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ ശരിയായിരിക്കണം. ആ ഫൗണ്ടേഷൻ ശരിയായില്ലെങ്കിൽ എന്ത് പറ്റും? ആ ബിൽഡിംഗ് മറിഞ്ഞ് താഴത്ത് വീഴും. എന്ന് പറഞ്ഞതുപോലെ ആദ്യം നിങ്ങളുടെ ലക്ഷ്യം ഊട്ടി ഉറപ്പിക്കുക. അപ്പൊ ഓരോ കുട്ടികളും നമുക്ക് നടക്കാത്തതായിട്ടുള്ള സംഗതികൾ ഒന്നുമില്ല. കാരണം ഇതുവരെ ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് പരിതപിക്കുന്നവരോട് എനിക്കൊരു വാക്ക്, ഇനിയുള്ള 3 മാസം നിങ്ങൾ പഠിച്ചാൽ ഈ റിവിഷനിൽ നിങ്ങൾ ഭാഗവക്കായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മൊത്തം കവർ ചെയ്ത് അതിലപ്പുറം പഠിച്ച് നമുക്കതിലേക്ക് എത്താൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇതൊന്നും വെറും വാക്ക് പറയുന്നതല്ല. പക്ഷേ നിങ്ങൾ പഠിക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പഠിപ്പിക്കാനേ എനിക്ക് കഴിയൂ. പഠിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ പഠിച്ചാൽ, ഈ 3 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. ഇതൊരു അധ്യാപകന്റെ വ്യാമോഹമല്ല, വെറും വാക്കായിട്ട് പറയുന്നതല്ല, മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. അപ്പൊ അതിന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാകണം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന, അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നമ്മളൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ വെച്ചു. ഇനി അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് ഏതെല്ലാം രീതികളിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകണം. അതായത് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അതിനു വേണ്ടി ശരിയാകണം. നമ്മളെ മനസ്സുകൊണ്ട് മാനസികമായി തയ്യാറെടുത്തു. നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ ഇതെല്ലാം അതിനോട് പൊരുത്തപ്പെട്ടുള്ള രീതിയിൽ, അതായത് നമ്മളെപ്പോഴും നല്ല രീതിയിൽ കുടുംബങ്ങളിൽ എല്ലാം വളരെ സന്തോഷപരമായിട്ട് മുന്നോട്ട്. ഏതെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഠനങ്ങളെ അത് ബാധിക്കും. അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പുകളെല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിൽ, നല്ല സോളിഡ് ആക്കി നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇതല്ലാതെ വഴക്കും വക്കാണവും ഇട്ട് നമ്മളുടെ ലൈഫ് സ്പോയിൽ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ ഇരുന്ന് ബുക്ക് എടുത്ത് വായിച്ചിട്ട് വെറുതെ പഠിക്കാം എന്ന് മാത്രമേ കാര്യമുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ അതിനായിട്ട്, കാരണം ഒരു ഇതുമില്ല, നമ്മുടെ ആ റിലേഷൻഷിപ്പ് എല്ലാം സ്മൂത്തായി, എനിക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മളതെല്ലാം നമ്മൾ മറ്റുള്ളവരിലേക്ക്, നമ്മളുടെ ഭർത്താവിനോടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാരെ പറഞ്ഞു മനസ്സിലാക്കി അതിനുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മൾ എത്തണം.
അതേപോലെ തന്നെ ഒരിക്കലും നമ്മൾ നമ്മുടെ കഴിഞ്ഞുപോയ നമ്മുടെ പാസ്റ്റുകൾ ഓർത്തിട്ട് നമ്മളിരുന്ന് ദുഃഖിക്കരുത്. ഞങ്ങൾ SC ഡെവലപ്മെന്റ് ഓഫീസർ എഴുതി, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം എഴുതി, അതിലൊന്നും ഈ സാറ് പറയുന്ന പോലെ ഒരു ഫലവും കണ്ടില്ല സാറേ. ഇനിയിപ്പോ പുതിയ ഒരു CDPOയിൽ സാറ് പറയുന്ന ഒരു പുതിയ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഒന്നും നടക്കാൻ പോകും. അത് മനസ്സിൽ നിന്ന് കളയണം. ആ നെഗറ്റീവ് ചിന്താഗതി മനസ്സിൽ നിന്ന് കളയണം. നമ്മൾക്ക് എപ്പോഴും നെഗറ്റീവിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അതായത് ദുഃഖമാണ് നമുക്ക് വെളിച്ചമാകേണ്ടത്. നമ്മുടെ ദുഃഖങ്ങൾ എപ്പോഴും നമുക്ക് വെളിച്ചമാകണം. എങ്കിൽ മാത്രമാണ്, കാരണം നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ പരിമിതികള്, നമ്മൾക്കൊരു ലക്ഷ്യമാണ്. അതാണ് ഞാൻ ആദ്യം ഊട്ടി ഉറപ്പിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എനിക്ക് കഴിയണം. അതിനെനിക്ക് ഒത്തിരി ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖങ്ങളെല്ലാം നമ്മൾ മറന്നിട്ട് നമ്മൾ ആ സുഖം തേടി ആ ലക്ഷ്യത്തിലേക്ക്, ആ വെളിച്ചത്തിലേക്ക് നമ്മൾ എത്തണം. ഇപ്പോ ഒരു അന്ധകാരം ഉണ്ടാകുമ്പോൾ, ഒരു ഇരുട്ടുണ്ടാകുമ്പോ ആ ഇരുട്ടിൽ നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോഴാണ് അവിടെ പ്രകാശം അനുഭവപ്പെടുന്നത്. അതല്ലാതെ വെളിച്ചത്തിൽ കൊണ്ടുപോയി മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ആ പ്രകാശം നമുക്ക് അനുഭവപ്പെടില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ദുഃഖങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഉണ്ടായാലാണ് നമുക്ക് ആ വെളിച്ചം കണ്ടെത്താൻ കഴിയുള്ളൂ, ആ വെളിച്ചം ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ പരാധീനതകള് നമ്മളുടെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കും. അപ്പോൾ SC ഡെവലപ്മെന്റ് ഓഫീസർ എഴുതി എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് ഭയങ്കര ടഫായിരുന്നു, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എഴുതി അത് ടഫായിരുന്നു, ICDS സൂപ്പർവൈസർ ടെസ്റ്റ് എഴുതി പക്ഷേ ഫലം വിഫലമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദുഃഖത്തിലാണ്. ആ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വെളിച്ചത്തിലേക്ക് എത്തണം. ആ വെളിച്ചത്തിലേക്ക് എത്തുമ്പോഴാണ് അതിനൊരു മനോഹാരിത ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ ഒരിക്കലും നടക്കില്ല, എന്നെ കൊണ്ടാകില്ല എന്നൊരു ആള് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ജന്മം ചെയ്താൽ പിന്നെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഞാനിത് നേടിയെടുക്കും, എനിക്ക് കഴിയും, എൻ്റെ ദുഃഖങ്ങൾ. നമ്മൾ ചിന്തിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് കുട്ടികളെ. അതായത് ഒരുപാട് പ്രയാസാനുഭവിക്കുന്നവരുണ്ട്. അതായത് ഒരുപാട് ഈ നമ്മളുടെ കോച്ചിങ് 11 മാസം തുടങ്ങിയിട്ട് ഒത്തിരി പല പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരുണ്ട്. അതായത് കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ടവര്, കുടുംബം നഷ്ടപ്പെട്ടവര്, അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടവര്, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവര്, കുട്ടികൾ നഷ്ടപ്പെട്ടവര്, അങ്ങനെ നിരവധി പേര് നമ്മളുടെ കൂട്ടത്തിലുണ്ട്. നമ്മളറിയാത്ത ഒത്തിരി പേര് ഇതിലുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താ? നമുക്കാണ് ഏറ്റവും വലിയ ദുഃഖം, നമ്മളാണ് ഏറ്റവും വലിയ ദുഃഖിതർ എന്ന് ചിന്തിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഈ നഷ്ടങ്ങളുടെ എണ്ണിയാൽ തീരാത്ത കണക്ക് പറയുന്ന സങ്കടങ്ങളുടെ ആഴക്കടലിലുള്ള കുട്ടികൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ ഒരു ലെസൺ പോലും നമ്മൾ എടുത്ത ക്ലാസ് വരുമ്പോൾ വായിക്കാൻ കഴിയാത്ത എത്രയോ കുട്ടികളുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഈ റിവിഷന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ഒരു ബിസിനസ് മൈൻഡില് ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് എല്ലാവർക്കും ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന അങ്ങനത്തെ ഒരു മൈൻഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒന്നും ഈ പഠിക്കാനായിട്ട് പൈസ അധികം ചെലവാക്കാനായിട്ടില്ലാതെ, അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിനെ പറ്റി അറിയാത്ത, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച എല്ലാവരിലേക്കും ഈ സംഭവം എത്തിച്ച്, അതുകൊണ്ടല്ലേ വളരെ ചെറിയ ഒരു തുക മാത്രം ഈടാക്കിക്കൊണ്ട് നമ്മളിത് ആരംഭിച്ചത് തന്നെ. മനസ്സിലായി? ഇപ്പോഴും നിങ്ങളുടെ കൂടെ നിന്ന്, നിങ്ങളിൽ ഒരുവനായി നിന്നുകൊണ്ടാണ് ഈ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യവും പറയുന്നത്. അതായത് ഒരു താള് വരെ മറിക്കാത്ത കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു കൈത്താങ്ങ്, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു കൈത്താങ്ങ് എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു 3 മാസം നിങ്ങളൊന്ന് കണ്ണടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് അധ്വാനിച്ചാൽ മറ്റുള്ള എല്ലാ നിങ്ങളുടെ പ്രാരാബ്ദങ്ങള്, നിങ്ങളുടെ ദുഃഖങ്ങള്, നിങ്ങളുടെ പരാധീനതകളെല്ലാം നിങ്ങൾ വിസ്മരിച്ച് ആ കണ്ണൊന്നിറുക്കി അടച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നേടാവുന്നത് ഞാൻ ആദ്യം പറഞ്ഞ സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ആ വാക്കുകൾ ഒന്ന് കടമെടുക്കുകയാണ്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണിത്. നിങ്ങൾക്ക് പറക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ ഓടുക.
ഓടാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇഴയുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തു തന്നെയായാലും എന്താണ്, നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളതാണ്. അപ്പൊ അതെന്താണ്, എന്തു പ്രതിസന്ധി വന്നാലും മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുട്ടികളെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ കഴിഞ്ഞില്ല, ഒരു താള് അല്ലെങ്കിൽ ഒരു 2 താള് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ 4 താള് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 2 താളെങ്കിലും പഠിക്കുക. 2 ലെസൺ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 1 ലെസണെങ്കിലും പഠിക്കുക. 1 ലെസണും പഠിക്കാൻ കഴിഞ്ഞില്ല, ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ആഗ്രഹം മനസ്സിൽ നിർത്തുക. ഏതാഗ്രഹം? ഞാൻ CDPO ആകും എന്ന് പറയുന്ന ആ ആഗ്രഹം നിലനിർത്തുക. അത് നിങ്ങളെ നല്ലതിലേക്ക് നയിക്കും. ആ അഭിനിവേശം കെട്ടടങ്ങാതെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ കഴിയും. കാരണം അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെയായാലും ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ആ അഭിനിവേശം എന്ത് തന്നെ ആയാലും നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് തന്നെ പോകുക എന്നുള്ള ആ ഒരു തിയറി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പ്രതിസന്ധികൾ ഒന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. പകരം എന്താണ്, നമുക്ക് നേടിയെടുക്കേണ്ട നമ്മുടെ ഒരു സ്വപ്നം. ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ആ സ്വപ്നങ്ങൾ ഈ തരത്തിലുള്ള എക്സാമുകൾ നടത്തി വിദൂരത്തിലാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ അവസ്ഥ ഇനി ഉണ്ടായിക്കൂടാ. ആ അവസ്ഥക്ക് ഇനി നമ്മൾ ബലിയാടാകാൻ നമ്മൾ നിൽക്കില്ല. കേരള PSC അഡ്വക്കേറ്റ് MK സക്കീർ തെളിയിക്കുന്ന കേരള PSC അഡ്വക്കേറ്റ് MK സക്കീർ തേര് തെളിയിക്കുന്ന കേരള PSCയോട് നമുക്ക് പറയാൻ കഴിയണം എന്താണ്, ഈ CDPOയുടെ ഒരു വേക്കൻസി എനിക്കുള്ളതാണ്, അത് ഞാൻ ഇങ്ങെടുക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയണം. ഉറച്ച തൃശ്ശൂർ മണ്ഡലത്തില് നമ്മളുടെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇത് ഞാൻ എടുക്കുക എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയണം. അതിന് നിങ്ങൾ തനിച്ചല്ല, ഞാനും കൂടിയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു താള് പോലും പഠിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഇതിലേക്ക് വന്ന് നമ്മൾ ഈ റിവിഷനിൽ നിങ്ങൾ പങ്കാളികളായി കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് നിഷ്പ്രയാസം കഴിയും എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഏകദേശം ഇപ്പോ ഒരു ഈ വരുന്ന ക്വസ്റ്റ്യനുകളുടെ പാറ്റേണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കര കടുകട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ നമ്മളുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ചു നോക്ക്, അതിലും വളരെ ഡീപ്പായിട്ടുള്ള ഒരു എക്സാമുകളായിരിക്കും. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ വളരെ രസകരമായിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ മായാവിയുടെ കഥ നമ്മൾ ബാലരമയിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ മായാവി എന്ന് പറഞ്ഞാൽ മായാവി, രാജു, രാധ, മായാവി അവര് ഫ്രണ്ട്സാണ്. ഒരു വടി ഉണ്ടാവും മായാവിയുടെ കയ്യിൽ. ഈ മായാവിയെ കൂട്ടിലാക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നു. ഡാഗിനിയും കുട്ടൂസനും കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ആ ഡാഗിനിയുടെയും കുട്ടൂസിന്റെയും കൂട്ടുകാർ അവിടെ വന്ന് എപ്പോഴും അവരോട് സംസാരിക്കുന്ന ബാങ്ക് കൊള്ളയടിക്കാൻ വരുന്ന വിക്രമനും മുത്തുവും. ഈ വിക്രമനും മുത്തുവിന്റെ സഹായികളായിട്ട് ലൊട്ടുലൊടുക്കും ഗുലുഗുലുമാനും, ഇങ്ങനെ 2 പേരുമുണ്ട്. PSCയുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്ക്. ലൊട്ടുലൊടുക്ക് താഴെ പറയുന്നവയിൽ ലൊട്ടുലൊടുക്കിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 1, ലൊട്ടുലൊടുക്ക് വിക്രമന്റെ കൂട്ടാളിയാണ്. ഓപ്ഷൻ 2, വിക്രമന്റെയും കുട്ടൂസന്റെയും നമ്മളുടെ ഡാഗിനിയുടെയും കൂട്ടാളിയാണ്. ഓപ്ഷൻ 3, മായാവിയുടെയും രാജുവിന്റെയും രാധയുടെയും കൂട്ടുകാരനാണ്. ഓപ്ഷൻ 4, ഇവരെല്ലാവരുടെയും കൂട്ടുകാരനാണ്. എന്തെഴുതും നമ്മൾ? ലൊട്ടുലൊടുക്ക് വിക്രമന്റെ മാത്രമാണെന്ന് എഴുതിയാൽ അവിടെ അത് തെറ്റാണ്. വിക്രമന്റെയും കുട്ടൂസന്റെയും ഡാഗിനിയുടെയും കൂട്ടാളിയാണ് എന്ന് എഴുതേണ്ടി വരും. കാരണം വിക്രമനും മുത്തുവും ഒക്കെ വന്നിട്ട് ഈ ഇവരുടെ അടുത്ത് വന്നിട്ടാണ് സഹായങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതും? വിക്രമന്റെ കൂട്ടാളിയാണ് എന്ന് മാത്രം എഴുതും. നമ്മുടെ മാർക്ക് പോയി.
അപ്പൊ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് ഇതേ രീതിയിലുള്ള വളരെ വിപുലമായ, അതായത് നമ്മൾ അത്രയും ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞില്ല, പഠിക്കുന്നതിലുള്ള മിടുക്കല്ല ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് നമ്മൾ അതിൽ ഓർക്കേണ്ടത്. ചിലപ്പോൾ ശരിയല്ലാത്തതേത് ശരിയുള്ളതേത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്ത കുട്ടികൾ എന്നെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു, ശരിയല്ലാത്തത് ഏതെന്നാണ് സാറേ ചോദിച്ചത്, പക്ഷേ ക്വസ്റ്റ്യൻ ഞങ്ങൾ വായിക്കുമ്പോൾ ശരി ഏത് എന്നുള്ള രീതിയിലായിരുന്നു കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വളരെ ഏകാഗ്രതയോടുകൂടി നമ്മളത് കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാം വളരെ ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മൾ ഏകദേശം 219ഓളം ക്ലാസ്സുകൾ ഇപ്പൊ നമ്മൾ നിലവിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സിലബസിന്റെ 97% നമ്മൾ കവർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇനി ഒരു 3% നമുക്ക് ഇനി എടുക്കാനായിട്ട് ബാക്കിയുള്ളത്. അത് ഇമ്പോർട്ടൻസ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറവായതുകൊണ്ടാണ് അങ്ങനെ അത് ബാക്കിൽ വന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്താഗതി, കാരണം പലരും ഇങ്ങനെ വിലപിക്കുന്നു, പഠിച്ചിട്ടില്ല, പഠിക്കാൻ കഴിയുന്നില്ല, പല പല ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ പോലെ നഷ്ടങ്ങളുടെ കണക്കുകൾ, കരയുന്നവർ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കുട്ടികൾ വിളിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാവർക്കും ഒരു താങ്ങ് തണൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ എല്ലാവരെയും നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. ഇതിലുള്ള ഓരോ കുട്ടികളെയും നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയണം, അവരതിൽ വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ഞാനപ്പോൾ ആലോചിച്ചു, ഇനി വൈകാൻ പാടില്ല. ഏതൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്നത് റിവൈസ് ചെയ്യുന്നതിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ പഠിച്ചു കൂട്ടിയത് കൊണ്ട് കാര്യമായില്ല, എത്രമാത്രം നമ്മളത് മനസ്സിലാക്കി, എങ്ങനെ നമ്മൾ ഉൾക്കൊണ്ടു എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറിച്ച് എഴുതി വീണ്ടും അത് റിവൈസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി പതിഞ്ഞ്, അങ്ങനെയാണ് നമ്മളത് റിവൈസ് ചെയ്തെടുക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്തം നമ്മളിലുണ്ട്. അതല്ല നമ്മളിതെല്ലാം പഠിച്ച് 219 ക്ലാസ് ഉണ്ട്, ആ സാറ് പറയുന്ന ഈ രാമനാട്ടം എന്ന് കണ്ട് അത് എഴുതി കുറിച്ചെടുത്തു, എന്നിട്ട് അവിടെ കൊണ്ടുപോയി അടക്കി വെച്ചു, എന്നിട്ട് ഇരുന്ന് കുറച്ച് പഠിച്ചു, അതൊക്കെ ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി പോയി, ഒന്നുമില്ല എക്സാമിന്. അതല്ല, റിവിഷന് നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ റിവിഷനുകൾ നിങ്ങൾ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് പറയുവാണ്. അതായത് ഈ 219 ക്ലാസ്സുകളിൽ നമ്മൾ എടുത്ത ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എടുത്തതിൻ്റെ ആദ്യം തുടങ്ങി നമ്മൾ റിവൈസ് ചെയ്ത് വരുവാണ്. അപ്പം നമ്മൾ അതിൻ്റെ 2-3 ചാപ്റ്ററുകൾ മീൻസ് 2-3 ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാണ്. അതായത് ശരിക്കും ഒരു റീസ്റ്റഡി എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 97% നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സിലബസ് വരുമ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് ടോപ്പിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുണ്ടാകും എന്ന് പറയുന്നതിൻ്റെ കാര്യം, നമ്മളുടെ പഴയ സിലബസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 ഭാഗം എന്തായാലും ഈ പ്രാവശ്യം ഉണ്ടാവില്ല. ഫാക്ട് അബൌട്ട് ഇന്ത്യ, ഫാക്ട് അബൌട്ട് കേരള. അതായത് ഇത് സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമുകളാണ് എന്ന് വളരെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ തീരുമാനങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഇനി പുതിയതായിട്ട് എന്തായാലും അതിനു പകരമായിട്ട് ഏതെങ്കിലും നമ്മുടെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അതിൽ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതല്ലെങ്കിൽ ഇനി കറണ്ട് അഫയേഴ്സ് ഇനി വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിലും ഇപ്പോൾ വരുന്നത് കൊണ്ട് ഇനി അങ്ങനെ ഒരു രീതിയും അവലംബിക്കാനായിട്ടും ചിലപ്പോൾ PSC ശ്രമിച്ചെന്നിരിക്കും. അപ്പം അത് നമുക്ക് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം അതിൻ്റെ ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടിയും വരും.
എങ്കിലല്ലേ നമുക്ക്, അതായത് ആ ഇടുന്ന ഇത് ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാതിരിക്കില്ല. കാരണം ഇവരിപ്പോ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും എഴുതിപ്പിക്കാതിരിക്കാൻ എങ്ങനെ കുട്ടികളെ നോക്കാം, ഉദ്യോഗാർത്ഥികളെ എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാതിരിപ്പിക്കാൻ നോക്കാം എന്നുള്ളതിനുള്ള മത്സരമാണ് PSC നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വൈകി വരുന്ന സിലബസിൽ ഉൾപ്പെട്ടതിനെ കുറിച്ച് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് ഉറപ്പാണ്. കാരണം എല്ലാ കോച്ചിങ് സെന്ററുകളും, ചിലരെല്ലാം കോച്ചിങ് എല്ലാം കഴിഞ്ഞ് പെട്ടിയും കിടക്കയൊക്കെ മടക്കി കുട്ടികളെ പറഞ്ഞു വിട്ടവരുണ്ട്, മനസ്സിലായോ? അപ്പോൾ അവര് പല കാര്യങ്ങളും ചിലരെടുത്ത് കംപ്ലീറ്റ് കഴിയാതെയൊക്കെ പറഞ്ഞു. കുറേ കുട്ടികൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയും കുറ്റം പറയാൻ ഞാനില്ല. കാരണം ഓരോരുത്തർക്കും ഓരോരോ വ്യക്തവും കൃത്യവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും നല്ലതാണ്. പക്ഷെ നമ്മൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ നമ്മൾ സമീപിക്കുന്ന രീതികളിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് തോന്നി. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ പറയും ഞാൻ എടുക്കുന്നത് കൊള്ളാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ പറയും അയ്യ അത്ര പോരാ. ഞാൻ പറഞ്ഞില്ല, ഒരാളും പരിപൂർണനല്ല. ഞാൻ പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ താഴ്ത്തി കെട്ടി പറയാത്തത്. പിന്നെ പലരും കോഴ്സുകൾ കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് മറ്റു കുട്ടികൾ പറഞ്ഞുള്ള വിവരമാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പുതിയ സിലബസ് വരുമ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കാതെ അവരാ പഠിച്ചത് വെച്ചിട്ട് പോയി എഴുതാനായിട്ട് നോക്കും. അപ്പൊ എന്തായാലും അത് PSCക്ക് മുൻകൂട്ടി അവർക്ക് അറിയാം, പുതിയതായിട്ട് വന്നപ്പോൾ എന്തായാലും അതിൻ്റെ അകത്തൊന്നും ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ആ മേഖലകളിൽ നിന്ന് കുറച്ച് മുൻതൂക്കം ക്വസ്റ്റ്യൻസ് വരാനും അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ അത് പഠിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ, ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് കുറച്ച് ക്ലാസ് നമുക്ക് വേണ്ടി വരും. അപ്പൊ നിലവിൽ ഇപ്പോൾ ജാനുവരിയിൽ എക്സാം ഇല്ല, ഫെബ്രുവരിയിലോ മാർച്ചിലോ ആണ് നമ്മൾ ഇപ്പോൾ നിലവിൽ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു പോകുമോ എന്ന് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു മാസം ഇല്ല. ചില കുട്ടികളുടെ പരിതാപങ്ങൾ അതൊക്കെയാണ്. കാരണം ഇതിങ്ങനെ പഠിച്ചിട്ട് സാറേ എക്സാം വരുന്നില്ല, അപ്പോൾ ആകെ ഒരു നിരാശ വരുന്നു എന്നുള്ളതൊക്കെയാണ് ചിലർ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന അങ്ങനെ ഒരു നിരാശയുടെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു വലിയൊരു ലക്ഷ്യം, ഞാൻ പറഞ്ഞ ആ മനസ്സിൽ ആ ലക്ഷ്യം കോറിയിട്ടിട്ടുണ്ടെങ്കിൽ അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് വൈകുമ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ ദുഃഖിക്കുകയല്ല വേണ്ടത്. നമ്മൾ കൂടുതൽ പഠിക്കുക. അതല്ലാതെ ഈ പറഞ്ഞ പോലെ അയ്യോ അത് വന്നില്ല എന്ന് പറഞ്ഞ് കുറേ മാനസിക വിഷമം തിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ടോപ്പിക്കുകളിൽ ഇനിയും നമുക്ക് എടുക്കാനുണ്ടാവും. അതും നമ്മൾ മുൻകൂട്ടി കാണണം. അല്ല എല്ലാം സാർ എടുത്തു കഴിഞ്ഞു, സാർ ഇപ്പോൾ റിവിഷനാണ് എടുക്കുന്നത്, അപ്പം ഞങ്ങളൊരു പെണ്ണി ചെയ്തേക്കാം, ലെഫ്റ്റ് ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ മണ്ടത്തരമാണ് എന്നേ പറയാനുള്ളൂ. പിന്നെ ഓരോ കുട്ടികളുടെയും ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിലെ ഓരോ കുട്ടികളെയും, അതായത് ഇതിൽ പ്രതികരിക്കാത്ത കുറച്ച് കുട്ടികളുണ്ട്. ഞാൻ ആ ഇൻസിഡൻ്റ് ഒക്കെ നിങ്ങളോട് പറഞ്ഞതാണ്, മനസ്സിലായപ്പോൾ ഫിസിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇവരെയൊക്കെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഇതാവല്ലേ, എന്തെങ്കിലും പ്രതികരിച്ച് നിങ്ങൾ ഈ റിവിഷനിലൊക്കെ മുന്നോട്ട് പോകും എന്ന് പറയാൻ വേണ്ടി വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാത്ത കുട്ടികളോട് എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല, മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഈ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇത് വളരെ കാര്യമായിട്ട് തന്നെ ഇത് കൈകാര്യം ചെയ്താലാണ് നമുക്ക് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ, ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്ത ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റാണ്. അപ്പോൾ ആ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് തന്നെയാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ റിവിഷനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ നാളെ ഇപ്പോൾ നമ്മൾ ഒരു രണ്ടോ 3 ലെസണോ, കാരണം അതിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ 1 to 7 നോട്ടുകൾ ഒരുമിച്ചാണ് അതിൻ്റെ തന്നിരിക്കുന്നത്. ബാക്കിയുള്ളത് അങ്ങനെയല്ല. നമ്മൾ ആദ്യം അങ്ങനെ ആയിരുന്നല്ലോ തീരുമാനിച്ചത്. അതായത് നമ്മൾ എല്ലാം മെയിൻ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ഒരുമിച്ച് നോട്ട് തരാം എന്നുള്ളതായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോടൊപ്പമുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കി അങ്ങനെ നിങ്ങൾക്ക് നോട്ട് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവസാനം പിന്നെ ആ നോട്ട് നോക്കുമ്പോൾ ഒത്തിരി വലിയൊരു നോട്ട് കാണുന്നു. അതുമാത്രമല്ല, അങ്ങനെ ഒരു നോട്ട് തരുമ്പോൾ നിങ്ങൾക്ക് അന്നന്ന് ഇപ്പം ഞാൻ എടുക്കുന്നത് അപ്പം തന്നെ നമ്മൾ പിറ്റേ ദിവസം തരുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമല്ലോ എന്ന് വിചാരിച്ചതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളോടൊപ്പമാണ്.
അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ നോട്ട് തരുന്ന ഒരു രീതി കൊണ്ടുവന്നു. അപ്പോൾ ആദ്യത്തെ രീതിയിൽ ഒരുമിച്ചുള്ള നോട്ടുകളാണ്, 1 to 7 നോട്ടുകൾ ഒരുമിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ക്ലാസ്സുകൾ ഇപ്പൊ എവിടം വരെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ 1, 2, 3 ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം. എന്തായാലും ആ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ് നമ്മൾ നാളെ അടുത്ത ദിവസം റിവിഷൻ തുടങ്ങുന്നത് എന്ന് വെക്കുക. അതിൽ എങ്ങനെയൊക്കെ തന്നെ ആയാലും ഒരു ദിവസം നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നത് എത്രയാണ് എന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. കൂടി വന്നൊരു 2 ദിവസത്തെ ക്ലാസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കിയിട്ട് ആ ക്ലാസ് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആയിട്ട് എടുക്കുവാണ്. അതായത് കുറേ കൂടി സ്ട്രെസ് ചെയ്ത് അതിൽ കുറച്ചുകൂടി നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഈ PSCയുടെ ഈ പോക്ക് ഒരു ഭ്രാന്ത് പിടിച്ചൊരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഭ്രാന്തിനെ നമുക്ക് ചങ്ങലക്കിടണം, ഇട്ടേ മതിയാകൂ. എങ്കിലെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതല്ലാതെ ആ ഭ്രാന്ത് പിടിച്ചതിന് ഇങ്ങനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഭ്രാന്തന്മാരായി പോകും. അപ്പോൾ ആ അവസ്ഥ നമുക്ക് നേരിടാൻ കഴിയില്ല, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഭ്രാന്തിന് ചികിത്സ നമ്മൾ ചെയ്യണം. ആ ചികിത്സ ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആ മോഡലിൽ തന്നെ, ആ ഭ്രാന്തമായ മോഡലിൽ തന്നെ ഇട്ട് നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട്. ഇനി കുറേ കൂടി ആ ഭ്രാന്തിനുള്ള പ്രിസ്ക്രിപ്ഷൻസ് കണ്ടെത്തി നമ്മൾ അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എല്ലാം തയ്യാറാക്കും. അപ്പോൾ നമ്മൾ അതിൽ ഇനി വരാവുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം അതിൽ എന്നെല്ലാം ആ ക്ലാസ്സിൽ പറയുന്നു. ആ ക്ലാസ്സുകൾ നിങ്ങൾ അടുത്ത ദിവസം ഈ പറഞ്ഞ പോലെ അന്ന് നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ടോ, അതിന് സമയം ഞാൻ പറഞ്ഞില്ലേ, ഒന്നിനും എനിക്ക് അതിന് സമയമില്ല സാറേ, എനിക്ക് ഇതിന് സമയമില്ല, എനിക്ക് കുട്ടിയെ നോക്കണം, എനിക്ക് നാളെ ഓഫീസിൽ പോകണം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, ഈ പതിവ് പരിപാടികൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും മനുഷ്യൻ. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയല്ല, എങ്ങനെയായാലും ആ റിവിഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അത് കേട്ട് മനസ്സിലാക്കി അത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം, അതായത് ഞാനിപ്പോൾ ക്ലാസ് എടുത്തിട്ട് പിറ്റേ ദിവസം ആ പോർഷനിൽ നിന്ന് വരാവുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും ചേർത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിടാം. അപ്ലോഡ് ചെയ്തിടുമ്പോൾ നിങ്ങളത് ഒന്ന് ചെയ്ത് നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം എത്ര മാർക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല അയച്ചു തരണമെന്നൊന്നുമില്ല നമ്മൾക്ക്. ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്നെ ബോധിപ്പിക്കേണ്ടതല്ല ഇവിടെ വിഷയം, നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ ബോധിപ്പിക്കുക, ഞാൻ എത്രമാത്രം പഠിച്ചു. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത് ചില ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കരുത്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ മാർക്ക് കുറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ ഈ ജലീൽ സാറിൻ്റെ ഒരു എക്സാം, ഒരു ടോപ്പിക്കിൻ്റെ എക്സാം ഇട്ടപ്പോൾ അതിന് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ തോൽവിയൊന്നുമല്ല, അവിടെ ജയിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. കാരണം മനസ്സിലാക്കുവാണ്, ഇനി അപ്പോൾ ഇത്രയും മാർക്ക് കുറഞ്ഞു, അപ്പോൾ ഒരു പണി ചെയ്യാം, ഇനിയിപ്പോൾ കുറച്ചുകൂടി ഒന്ന് അത് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരുമല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനായിട്ടുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് വരേണ്ടത്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ അയ്യോ ഇതിൽ മാർക്ക് വളരെ വളരെ കുറഞ്ഞ്, അപ്പോൾ ഇനിയിപ്പോൾ പഠിച്ചിട്ടൊന്നും കാര്യം, അങ്ങനെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരിക്കലും കര കയറി പോരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായി? നമ്മളൊരു കരയിലേക്ക് നീന്തി മുന്നോട്ട് പോവുകയാണ്, വളരെ ആക്റ്റീവായിട്ട് നമ്മൾ നീന്തി മുന്നോട്ട് പോവുക. അതല്ലാതെ നടുക്കെത്തി കഴിയുമ്പോഴത്തേക്കും അയ്യോ കര കുറേ ദൂരെയാണല്ലോ, ഇനിയിപ്പം നീന്തിയിട്ട് കാര്യമില്ല എന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ മുങ്ങി ചത്തുപോകുകയുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ഇത് വീണ്ടും പറയുന്നത് വെച്ചാൽ അത് സമയം കണ്ടെത്തി അത് ആ റിവിഷൻ്റെ ഒപ്പം നടന്നിട്ട് അത് ചെയ്ത് തീർക്കാനായിട്ട് എന്തെങ്കിലും രാത്രി ചിലപ്പോൾ ഉറക്കം ചിലപ്പോൾ നിന്ന് അത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് രാവിലെ എഴുന്നേറ്റ് അത് ചെയ്യേണ്ടി വരും. എങ്ങനെയായാലും അത് ചെയ്ത് അപ്പം നമുക്ക് ആ മാക്സിമം ആ ടോപ്പിക്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. എന്നിട്ട് പിന്നെ അടുത്തത് നമ്മൾ അടുത്ത ദിവസം അടുത്ത 2 ഇത് അപ്പം അങ്ങനെ മൊത്തം നമുക്കത് കവർ ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ 219 ക്ലാസ്സും നമുക്ക് ഈ 2-3 മാസം നമുക്കിപ്പോൾ നിലവിലുണ്ട്. അതായത് ഇപ്പോൾ നവംബറിലെ ഒരു പകുതിയും അതേപോലെ ഡിസംബർ ജാനുവരി നമുക്കുണ്ട്, പിന്നെ ഫെബ്രുവരിയിൽ എന്നാണ് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ഫെബ്രുവരിയിൽ ഇപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഫെബ്രുവരിയിലാണെങ്കിൽ നമുക്ക് ജാനുവരിയിൽ കുറച്ച് ദിവസങ്ങൾ പോകും, കാരണം അവർ പുതിയ സിലബസ് ഇടുന്നത് നമുക്ക് എടുക്കാനുണ്ടാവും. അപ്പോൾ ഈ 2 മാസം നമ്മൾ ഉദ്ദേശിക്കുക ഈ 60 ദിവസം കൊണ്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് നമുക്ക് ഒന്ന് വരണം.
ഇനി റിവിഷൻ ടെക്നിക്കുകൾ നമ്മൾ പറയുവാണെങ്കിൽ, എങ്ങനെ പഠിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അതിന് ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ലക്ഷ്യം മനസ്സിൽ കുറിച്ചെടുക്കുക, അതിന് മാറ്റമില്ല. അത് ഒന്നാമത്തെ ഒരു പോയിന്റാണ്. എനിക്കിതായേ പറ്റൂ. നമ്മളുടെ നടപ്പിലും ഭാവത്തിലും രൂപത്തിലും എല്ലാം നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. മകളായും സഹോദരിയായും ഭാര്യയായും അമ്മയായും അമ്മായിയമ്മയായും അമ്മൂമ്മയായും മാത്രം ജീവിക്കാനുള്ളതല്ല സ്ത്രീ. അതിന് മാത്രമുള്ളതല്ല സ്ത്രീ. ധാരകയായും മകളായും സഹോദരിയായും ഭാര്യയായും അമ്മയായും അമ്മായിയമ്മയായും അമ്മൂമ്മയായും ജീവിക്കേണ്ടവളല്ല സ്ത്രീ. മകൾ തുടങ്ങി അമ്മൂമ്മ വരെയുള്ള പ്രയാണത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതല്ലാതെ ഈ പറയുന്ന ഈ സാധാരണ ലെവലിൽ മകളായിട്ട് ജനിച്ച അമ്മൂമ്മയായിട്ട് ഇവിടെ നിന്ന് വിസ്മൃതിയിലായി പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അതാണ് ഞാൻ പറഞ്ഞ, മനസ്സിൽ കോറിയിടുക, എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ MSW പഠിച്ചു, അല്ലെങ്കിൽ സോഷ്യോളജി പഠിച്ചു, എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. എൻ്റെ ആ ലക്ഷ്യത്തിൽ എനിക്ക് ഒരിക്കലും ഞാൻ തളരില്ല. ഈ CDPO എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് പോസ്റ്റാണ് കുട്ടികളെ, മനസ്സിലാവും. മറ്റുള്ള ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുമായിട്ട് മാറ്റുരക്കുമ്പോൾ ഇവിടെ 10,000 മാത്രമായിട്ടാണ് നിങ്ങളുടെ മത്സരങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി ഞാനിത് നേടിയെടുക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ നടപ്പില, നിങ്ങളുടെ ഭാവത്തില, നിങ്ങളുടെ രൂപത്തില, നിങ്ങളുടെ ജീവിത ശൈലികളില നിങ്ങൾ ഒരു CDPO എന്നുള്ള മട്ടും ഭാവത്തിലും വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഞാനാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. ഞാൻ CDPO ആണ്. ഞാൻ അദീന റാണിയല്ല, ടിൻഡുവല്ല, സവിതയല്ല, സൗമ്യയല്ല, ശാലിമയല്ല, ടിൻഡു ടോംസ് അല്ല, രേഷ്മ ശരത്തല്ല. പകരം ഞാൻ CDPO ആണ്. അദീന റാണി ആ മൈക്കൊന്ന് മൂട്ടി ചെയ്യും. മനസ്സിലായി? അങ്ങനെ ഒരു തീരുമാനത്തിലാണ് നമ്മൾ എത്തേണ്ടത്. നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് മനസ്സിലേക്ക് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്രമിക്കാൻ സമയം ഉണ്ടാകില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ആ ഒരു തീരുമാനം നമ്മുടെ മനസ്സിൽ അടിവരയിട്ട് നമ്മൾ ഉറപ്പിക്കണം. എനിക്കിതിന് കഴിയും, ഞാനത് ചെയ്യും. എന്നിട്ട് പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്താലും, നമുക്ക് ജോലി തിരക്കുണ്ടായാലും, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്തു പ്രശ്നം ഉണ്ടായാലും നമ്മുടെ മനസ്സിൽ ഇത് നിൽക്കുവാണ്. അതാണ് അദീന റാണി മയക്കൊന്ന് മുട്ടി ചെയ്യും. അപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യും, നമ്മൾ അത് പഠിക്കാൻ വേണ്ടി തയ്യാറ്. കാരണം എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക്, കാരണം എനിക്ക് കുറെ ദുഃഖങ്ങളുണ്ട്, എനിക്ക് കുറെ പ്രാരാബ്ധങ്ങളുണ്ട്, എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, അതിൽ നിന്ന് എനിക്ക് വെളിച്ചത്തിലേക്ക് പോയേ മതിയാകൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആ റിവിഷൻ എന്തായാലും നമ്മൾ പഠിക്കും. ഏത് സമയത്തും നമ്മളതിന് സമയം കണ്ടെത്തി നമ്മളതിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ അതിന് തന്നെ ഒരു ഡയറി എടുത്തു വെക്കുക. ആ ഡയറിയിൽ ഇപ്പോൾ നമ്മൾ 2 ലെസണാണ് പഠിക്കുന്നത്. ആ 2 ലെസണിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ പഠിച്ചത് കുറിച്ച് വെക്കുക. ഒരു മണിക്കൂർ അതിന് ചിലവഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർ 1 അവർ, ഇത് സൈക്കോളജിക്കലി പറയുന്നതാണ്, ആഫ്റ്റർ 1 അവർ ജസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കി വെക്കുക. അപ്പോൾ നമ്മളുടെ ബ്രെയിനിൽ അപ്പോൾ ചില കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടാവും, അതൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പഠിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ആ അടുത്തൊരു അവറിൽ നമ്മൾ അപ്പോൾ ചോദിക്കും, ഇത് പഠിക്കാനായിട്ട് തന്നെ ഒരു 2 അവർ എടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് റിവേഴ്സ് ചെയ്യുക 1 അവർ എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് ഇനി ഞങ്ങൾക്ക് ജോലിക്കൊക്കെ പോകണ്ടല്ലേ സാറേ, ആയിക്കോട്ടെ. നിങ്ങൾ അതിനുശേഷം 1 അവർ, ഇപ്പോൾ ഇത് 1 അവറിൽ പഠിച്ചു തീരുവാണ്, അല്ലെങ്കിൽ മണിക്കൂറിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും ആഫ്റ്റർ 1 അവറിന് ശേഷം ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ രീതിയിൽ ഇത് റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അതിനുശേഷം പിന്നെ ഒരു 7 ഡേയ്സിൽ നിങ്ങൾ ഈ എഴുതിയ കാര്യങ്ങൾ വീണ്ടും ഒന്ന് മറിച്ച്, അതായത് ഇത് ഡീപ്പ് സ്റ്റഡി അല്ല ഞാൻ പറയുന്നത്, ഓർക്കുന്നുണ്ടോ എന്ന് നോക്കുക. അത് ഒരുപക്ഷെ നമ്മൾ ആ ബുക്കിലേക്ക്, ഡയറിയിലേക്ക് നോക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ദോശ ചുടുവാണ്, ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ആലോചിച്ച് നോക്കുവാണ്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നമ്മൾ പഠിച്ചു, പ്രൊട്ടക്ഷൻ ഓഫീസർ പഠിച്ചു, ഏത് സെക്ഷനാണ്, ചൈൽഡ് എന്ന് പറഞ്ഞാൽ എഗ്രീഡ് പേഴ്സൺ ഏത് സെക്ഷനാണ്, പൊട്ടിയിടുന്നു, അപ്പോൾ ഇരുന്ന് ആലോചിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചു. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, അപ്പോൾ ചിലപ്പോൾ ഇടക്ക് വെച്ചിട്ട് നമ്മളുടെ
നിന്നു പോകും. കാരണം അയ്യോ കിട്ടുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലായി അവിടെ എന്തോ ഒരു തടസ്സം വന്നിട്ടുണ്ട്, മനസ്സിലായി. അപ്പോൾ ആ ദോശ കരിഞ്ഞു പോകാതെ എടുത്ത് ദോശ അവിടെ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ പുട്ട് അവിടെ കുത്തി ഇട്ടിട്ട് നേരെ ആ ബുക്ക് ഒന്ന് എടുത്തിട്ട്, അല്ലെങ്കിൽ ആ ബുക്ക് അടുത്തുകൊണ്ടൊന്ന് വെച്ചേക്കുക. എന്നിട്ട് ജസ്റ്റ് എവിടെയാണ് ആ മിസ്സിങ് വന്നത്, ആ മിസ്സിങ് വന്ന ഭാഗത്തൊന്ന് നോക്കി അത് കറക്റ്റ് ചെയ്ത് വീണ്ടും നമ്മുടെ പഴയ പരിപാടി ദോശ ചുടുക, പുട്ട് ചുടുക, അങ്ങനെ സംഭവങ്ങൾ നടക്കുക. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ അന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ ഇടക്കിടക്ക് ഈ പറഞ്ഞ രീതിയിൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മളുടെ മെമ്മറി കൂട്ടാനായിട്ട് കഴിയും. അതിനുശേഷം പിന്നെ നമ്മൾ അവന് അന്നത്തെ ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ അടുത്ത ലെസനുകളാണല്ലോ പഠിക്കുന്നത്. എന്നിട്ട് 7ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ആദ്യം പഠിച്ചത് ജസ്റ്റ് ഒന്ന് ഓർത്തിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് വന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ദോശ ചുടുന്നു, ഓർക്കുന്നു, മുട്ട് കുത്തുന്നു, ഓർക്കുന്നു. അപ്പോൾ കിട്ടുന്നുണ്ടോ? അപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നില്ലേ, വീണ്ടും എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും കിട്ടാതെ ഒന്നും ഇരിക്കില്ല, അത് ഉറപ്പിച്ച് ഞാൻ പറയാം. അതപ്പോൾ കിട്ടുന്നുണ്ട്. 7 ദിവസം ആകുമ്പോഴും നല്ല രീതിയിൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. കാരണം എല്ലാ പോയിന്റുകളും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഹാപ്പിനെസ് പറഞ്ഞാൽ അറിയിക്കാൻ കഴിയില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് പിന്നെ വളരെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ലെസനുകൾ പഠിക്കുന്നു. അങ്ങനെ ഇത് സീക്വൻസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. അതിനിടയിൽ നമ്മൾ എക്സാമുകൾ എഴുതുന്നുണ്ട്. ആ എക്സാമുകളിൽ കിട്ടുന്ന മാർക്കുകൾ നമ്മുടെ കോൺഫിഡൻസ് ഒന്നുകൂടി കൂട്ടാനായിട്ട് സഹായകരമാകും, മനസ്സിലായി. ഇതിലെവിടെയെങ്കിലും ഒരു പാളിച്ച വന്ന് എവിടെയെങ്കിലും നമ്മളിങ്ങനെ വീണു പോകുന്ന സന്ദർഭങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ഞാൻ CDPO ആണ്, അയ്യോ ഞാൻ വീഴാൻ പോകുകയാണല്ലോ, അയ്യോ ഞാൻ CDPO ആണ് എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വരാനായിട്ട് നോക്കണം. അതല്ലാതെ അത് വീണു പോകുമ്പോഴത്തേ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കമൊഴിക്കുന്നതിൻ്റെയും ഈ ക്ലാസ്സിൽ കയറുന്നതിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഇതായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ രീതിയിൽ PSC മാറിക്കഴിഞ്ഞു കുട്ടികളെ. മുമ്പൊക്കെ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം പഠിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ച് നമ്മൾ പഠിച്ചിട്ട് ഏത് ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്, ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫീസർ തുടങ്ങി നമ്മളുള്ള എല്ലാ എക്സാമുകളും എടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏത് ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും സ്ഥാനമില്ലാതായി. ആ സിറ്റുവേഷൻ, ആ കാലമെല്ലാം മാറി. ഇനി നമ്മൾ പുതിയ രീതിയിൽ പുതിയ ടെക്നിക്കുകളുമായിട്ട് PSC വന്നിരിക്കുന്നു. ആ ടെക്നിക്കിനെ നമ്മൾ നേരിടണം. വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ കുറച്ച് അല്ലെങ്കിൽ പണ്ട് PSC ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്കുകളൊക്കെ വാങ്ങിച്ചിട്ട് പഠിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയും മാറി. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ആക്ട് പഠിക്കുന്നു. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പഠിക്കുന്നു. അതിൻ്റെ തുടങ്ങി Z വരെയുള്ള ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളും നമ്മൾ ഓർത്തിരുന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത് വരുള്ളൂ. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായി. അപ്പം അത്രയും വളരെ ഡീപ്പ് സ്റ്റഡി ഇതിനാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഈ ഉറക്കം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുന്ന് വാചാലനാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം റിവിഷനാണ്, ഇന്ന ടോപ്പിക്കാണ് എന്ന് പറയാമായിരുന്നു, മനസ്സിലായോ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ നിങ്ങളോട് നേരിട്ട് ഓൺലൈനിൽ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഇതിൻ്റെ സങ്കീർണത നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ലക്ഷ്യം എല്ലാവരും ഇതിനെ ഉള്ളിൽ അകപ്പെടുത്തണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ VAJ അക്കാഡമിക്സിലുള്ള ഓരോ കുട്ടിയും, കാരണം അത് ഈ പറയുന്ന ഈ അധ്യാപകൻ്റെ സ്പന്ദനം നിങ്ങൾ ഉൾക്കൊള്ളണം. ഈ അധ്യാപകൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊക്കെ ഒത്തിരി ഇതേപോലുള്ള ഒരു കോച്ചിങ് കിട്ടാത്തതിൻ്റെ ഒത്തിരി ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ഒത്തിരി പേരുടെ സാഹചര്യങ്ങളും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. കോച്ചിങ്ങിന് പൈസ കൊടുക്കാനില്ലാതെ അല്ലെങ്കിൽ കോച്ചിങ് ചെയ്യാനില്ലാതെ ഇപ്പോൾ ഇരുന്ന് പരിതപിക്കുന്ന ഒത്തിരി കുട്ടികൾ. ആ അവസ്ഥ കുട്ടികളെ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. നിങ്ങൾക്ക് സുവർണ അവസരം പോലെ, മനസ്സിലായോ, ഈ അധ്യാപകൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അത് നിങ്ങൾ പരമാവധി നിങ്ങൾ മാക്സിമം അത് ഉപയോഗിച്ച്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്ന ആ റിവിഷൻ രീതികളും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും എല്ലാം നിങ്ങൾ വളരെ കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും ഈ PSCക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. കാരണം
ഇതിന് നമുക്ക് വ്യക്തവും കൃത്യവുമായ ഒരു സിലബസ് അവർ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ സിലബസിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കവർ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനേലും എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഞാനിത് ദീർഘവീക്ഷണത്തോടെ കണ്ടിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി പേര് വേറെ കോച്ചിങ് ചെയ്തവരുണ്ട്. ഞാൻ ശരിക്കും അവരിൽ എല്ലാവരോടും വെല്ലുവിളിക്കുന്നു. അവരോട് ചോദിച്ചു നോക്കിയാൽ നമുക്കറിയാം. കാരണം അവരെടുത്തിരിക്കുന്ന ആ ക്ലാസ്സുകളിൽ അതിൽ നിന്നിട്ട് മാത്രം, അതിനെ അപേക്ഷിച്ച് നമ്മളുടെ നോട്ടുകളും നമ്മളുടെ ക്ലാസ്സുകളും വളരെ ഇലാബറേറ്റ് ആയിട്ട് വരും. അവരെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്, ഇൻസ്റ്റിറ്റ്യൂഷനെ കുറ്റപ്പെടുത്തിയതല്ല. ഞാൻ പറയുവാണ്, ഞാൻ അപ്പോൾ ദീർഘവീക്ഷണത്തോടെ ഇത് കൈകാര്യം ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ക്ലാസ് എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ഇപ്പോൾ പണ്ടേ കഴിഞ്ഞ് നമ്മൾ പെട്ടിയും കിടക്കൊക്കെ മടക്കി ഇപ്പോൾ പോകേണ്ട ഒരവസ്ഥയാണ്. പക്ഷെ അങ്ങനെ മടക്കി പോയത് കൊണ്ട് ഒന്നുമില്ല. നിങ്ങൾ ഈ തന്നിരുന്ന് ഈ 250 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് ഈ പറഞ്ഞ പോലെ സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ അധ്യാപനം സംബന്ധിച്ചിടത്തോളം ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. വെറുതെ ഈ പറഞ്ഞ പോലെ കുറച്ചു പേരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ ലോകത്തുനിന്ന് പോയി. മനസ്സിലായോ? അതിലൊന്നും ഒരു കഥയില്ല. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, നമ്മളുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഒരു ഉപകാരം, നമ്മൾക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ കൊതിക്കുന്നത്, അത് നമുക്കൊന്ന് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഓരോരുത്തരും ഇതിലേക്ക് ഈ പറയുന്ന പോലെ ഈ പോസ്റ്റിൽ എത്തിക്കഴിയുമ്പോൾ ആദ്യം ഓർക്കും, ആ സാറ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ. അത് വളരെ, അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ അത് വലിയൊരു ഇതായിട്ട് വരും എന്നുള്ള ഒരു ചിന്താഗതി വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഇനിയും പഠിക്കാത്തവർ വിഷമിക്കുകയൊന്നും വേണ്ട. നമുക്ക് ഇതിൽ ഈ ക്ലാസ്സുകളിൽ കൂടി നമുക്ക് മുന്നോട്ട് പോയി തീർച്ചയായിട്ടും നമുക്ക് പഠിച്ച് നമുക്ക് ഈ പോസ്റ്റിൻ്റെ തലപ്പത്തെത്താൻ കഴിയും, ആ റാങ്ക് ലിസ്റ്റിൻ്റെ, എന്ന് ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയുവാണ്. അപ്പോൾ ഈ അടുത്ത ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ 1 to 7 എന്നൊക്കെ പറഞ്ഞ് കാണും. അതേപോലെ തന്നെ 4 and 5 വീഡിയോ സെയിം വീഡിയോയാണ്. അത് അറിയാതെ 5 ആയിട്ട് അപ്ലോഡ് ചെയ്ത് പോയതാണ്. അപ്പോൾ പിന്നീട് ആ നമ്പർ മാറ്റിയിട്ടില്ല. 4 അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5 മാത്രമായിട്ട് നിൽക്കും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരണതുകൊണ്ടാണ് 4ഉം 5ഉം അങ്ങനെ തന്നെ കിടക്കുവാണ്. അത് രണ്ടും ഒന്നാണ് വീഡിയോ. എന്നെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ ആ റിവിഷനിലേക്ക് നിങ്ങൾ കടന്നു വരിക. നല്ല വിശാലമായ മനസ്സും ഉയർന്ന ചിന്താഗതിയുമായിട്ട് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചിറക് വിരിച്ച് നിങ്ങൾ പറന്നു വരണം. മനസ്സിലായി? ഇത്രയും നാളെ നമ്മൾ പറഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ സീരിയസ്നെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും PSCയിലേക്ക് പോവുകയാണ്. ഈ ഡിഗ്രി ലെവൽ എക്സാം എഴുതിയവർക്കറിയാം. അതല്ലെങ്കിൽ എഴുതാത്തവരാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് നോക്കുക. മലയാളത്തിലുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. അതേപോലെ SC ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കണ്ണെത്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും PSC എത്രമാത്രം വളർന്നു. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പറയേണ്ടി വരും, ഇത് എൻ്റെ PSC അല്ല, എൻ്റെ PSC അല്ല ഇത്. മനസ്സിലായി? എൻ്റെ PSC ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എൻ്റെ PSC വളരെ സോഫ്റ്റ് മൃദുലമായ PSC ആയിരുന്നു. ചോദിച്ച ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന PSC. അതേപോലെ തന്നെ എനിക്കറിയാവുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നൊരു PSC. ആ PSC നമുക്ക് കൈമോശം വന്നു പോയി. ഇപ്പോൾ ഉള്ള PSC പുതിയതാണ്, ഇത് എൻ്റെ PSC അല്ല എന്ന് പറഞ്ഞ് നമുക്ക് വിലപിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവരും ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് വളരെയേറെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഏതൊക്കെ ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തവർ വേറെ കോച്ചിങ്ങിന് ചേർന്നു, വേറെ എന്നിട്ടും അവർക്ക് സമാധാനമില്ലാണ്ട് വേറെ കോച്ചിങ്ങിന് ചേർന്നു, എന്നിട്ടും ഇത് എല്ലാ കോച്ചിങ്ങും ഉണ്ട്. എൻ്റെ കോച്ചിങ്ങും ഉണ്ട്, ആ കോച്ചിങ്ങും ഉണ്ട്, മറ്റേ ആ കോച്ചിങ്ങും ഉണ്ട്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? സമാധാനമില്ല നമുക്ക്. കാരണം എങ്ങനെയെങ്കിലും ഇതിലേക്ക് കയറണം എന്നുള്ള, ഞാൻ പറഞ്ഞില്ലേ, അത് വെറുതെ ഇങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ചേർന്നത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കണമെന്നില്ല. അതിനു വേണ്ടി നമ്മൾ അശ്രാന്ത പരിശ്രമം നടത്തണം. അതാണ് ഞാൻ പറഞ്ഞത്, ആ തീക്കനൽ ആദ്യം മനസ്സിലേക്ക് വെക്കണം. അല്ലാതെ 100 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ അംഗമാണ്, അല്ലെങ്കിൽ 100 കോച്ചിങ് സ്ഥാപനങ്ങളിൽ ഞാൻ പൈസ കൊടുത്ത് ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നതിലല്ല കാര്യം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പഠിച്ചു, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങൾ
അതുപോലെ ഞാൻ പഠിച്ചു, എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതി എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പുറകെ വഹിക്കുകയാണ്. എന്താ കാര്യം? എല്ലാവരുടെയും സ്വപ്നമാണ് ഇന്നൊരു ഗവൺമെന്റ് ജോലി. ഇത് മനസ്സിലാക്കിയ PSCU ആകെ മാറി. ആ ഉദ്യോഗാർത്ഥികളുടെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന PSC ആയി മാറി. അപ്പോൾ എന്താണ്? അവരുടെ മനസ്സിനെ ഇടിച്ചു താഴ്ത്തി, അവരെ നിരാശപ്പെടുത്തി. കാരണം ഇനി ഒരിക്കലും ഉയർന്ന് ഈ കുട്ടികൾ വരരുത് എന്ന് തീരുമാനിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. എത്രയോ കുട്ടികൾ വിളിച്ചു പറഞ്ഞു എന്നറിയാമോ, ഞാൻ ഇനി നിർത്തി സാറേ, മടുത്തു, ഇനി ഞാൻ എഴുതുന്നില്ല. കാരണം ഇപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷ ഇങ്ങനെയായി. SC വിചാരിച്ചപ്പോൾ SC മാത്രമേ ഉള്ളൂ. ഡിഗ്രി ലെവലിൽ എന്തൊക്കെ തരത്തിലുള്ള, കഴിഞ്ഞ ഡിഗ്രി ലെവലൊക്കെ എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു സാറേ. കഴിഞ്ഞ ഈ അസിസ്റ്റന്റ് ഇതും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ. പക്ഷെ ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തി. ഇനി നമുക്കൊന്നും ഇത് വിധിച്ചിട്ടില്ല. ഒരു കുട്ടിയുടെ വാക്കുകളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ നിരാശപ്പെടാനായിട്ടൊന്നുമില്ല. ഇവിടെയാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. ഇവിടെയാണ് നമ്മളുടെ ഈ ദുഃഖത്തിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കേണ്ടത്. കാരണം നമ്മൾക്ക് ഇനി ഇത് നമ്മൾ വളരെ തീവ്രമായിട്ട് പഠിച്ച്, ഞാൻ അതുകൊണ്ട് വീണ്ടും ഓർമ്മിക്കുന്നു, 50,000 ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുമായിട്ട് മാറ്റുരക്കുന്ന ഒരു പരീക്ഷയല്ല CDPO എന്ന് നമ്മൾ മനസ്സിലാക്കണം. 10,000ങ്ങളുമായിട്ട് നമ്മൾ കൊമ്പ് കോർക്കുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന വളരെ അടക്കും ചിട്ടയോടും കൂടി നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇതും വേണ്ട, ഒരു സംശയവും വേണ്ട, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ പെടും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ ഇത് ഉൾക്കൊണ്ട് അതിൻ്റെ ഈ റിവിഷനുകളിൽ എല്ലാം വീണ്ടും ഈ പറയുമ്പോൾ വീണ്ടും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലർ ഈ ജോലിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് അതിന് സമയത്ത് കുട്ടികളെ പഠിപ്പിക്കണം, ആന തേങ്ങ ചക്ക മാങ്ങ എന്നൊക്കെ പറയും. ഇതെല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾക്കിവിടെ ഒരു ലക്ഷ്യമുണ്ട്. അത് ലക്ഷ്യം ഈസി ആയിട്ട് കിട്ടുമോ? നമ്മൾ അതാണ് ഒന്ന് ചിന്തിക്കേണ്ടത്. നമുക്ക് ഈസി ആയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിലനുസരിച്ചിട്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടോ? നമ്മൾ അടക്കും ചിട്ടയോടും കൂടി പഠിച്ചാൽ മതി. അതിനാണ് ഞാൻ പറയുന്നത്, ഞാൻ ഈ പറയുന്ന ഈ രീതിയിൽ നമ്മൾ അനുവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഇപ്പോൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ റിവിഷൻ്റെ കൂടെ വന്ന് ആ റിവിഷനിൽ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനി വളരെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എക്സാം എഴുതാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ നമുക്ക് ആ റിവിഷനിലെ ക്ലാസ് കേൾക്കാൻ കഴിയാതെ വരികയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം, എന്തെങ്കിലും വലിയ ബിഗ് പ്രശ്നങ്ങൾ വരുമ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ എന്തായാലും മാക്സിമം അതേ രീതിയിൽ ഓൺലൈനിൽ വരാൻ കഴിയുവാണെങ്കിൽ ഓൺലൈനിൽ വരിക. അതല്ല ഓൺലൈനിൽ ആ സമയത്ത് വരാൻ കഴിയില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ ഉണ്ട്. ആ റിവിഷൻ വീഡിയോകൾ നിങ്ങൾ കണ്ട് അത് മനസ്സിലാക്കി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്യുന്ന ഒരു രീതി, അതായത് ഒരു ആവശ്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോവുകയാണ് നമ്മുടെ ക്ലാസ്. ആ ക്ലാസ് വളരെ രസകരമായിട്ട് മനസ്സിലേക്ക് ഉൾക്കൊണ്ട് ഞാൻ പറഞ്ഞ ആ തീവ്രത മനസ്സിലുണ്ടെങ്കിൽ അത് രസകരമായിട്ട് തന്നെ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ നോട്ടുകൾ നമ്മൾ പഠിച്ച് നമ്മൾ ആ എക്സാം എഴുതി കഴിയുമ്പോൾ നമ്മൾ ആ മേഖലകളിൽ പക്കയായപ്പോൾ ആ 2 ടോപ്പിക് അങ്ങനെ അടുത്ത 2 അങ്ങനെ നമ്മൾക്ക് ഈ റിവിഷൻ നടത്തി നമ്മളുടെ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയും. അപ്പം അതുകൊണ്ട് എല്ലാവരും നാളെ തുടങ്ങി നമ്മളുടെ ദിവസങ്ങൾ നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദിവസങ്ങൾ നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുവാണ്. അതിൻ്റെ സാക്ഷാത്കാരം കഴിഞ്ഞതെല്ലാം നമ്മുടെ ഒരു ഉറക്കത്തിലായിരുന്നു. ഇപ്പം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കോഫി കൊണ്ടുവന്ന് കിട്ടിയ ഒരു അനുഭൂതിയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ നിങ്ങളോടുള്ള ഈ അഭിസംബോധന ചെയ്തിട്ടുള്ള ഈ സംസാരം. ആ കാപ്പി കുടിക്കുന്നു. നാളെ നമ്മൾ വളരെ ശക്തിയായിട്ട് നമ്മളുടെ റിവിഷനിൽ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നു. ഇനി ഓൺലൈനിൽ വരാൻ കഴിയാത്തവർ ദുഃഖിക്കേണ്ട. ആ സമയത്ത് നമ്മൾ 8 മണിക്കാണ് നമ്മളിപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് കഴിയാത്തവരാണെങ്കിൽ അത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കണ്ട് അതൊന്ന് മനസ്സിലാക്കി പിറ്റേ ദിവസമാണ്, അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങളിൽ എത്തണം.
എങ്കിൽ മാത്രമാണ് നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പം അതുകൊണ്ട് മായാതെ മറക്കാതിരിക്കട്ടെ. നമ്മളുടെ മുമ്പിൽ എപ്പോഴും ഒരു ജയമാണ്. നമ്മളൊരിക്കലും ഒരു നഷ്ടം സംഭവിച്ചവൻ്റെ ഒരു രീതിയല്ല. എപ്പോഴും നമ്മൾ ജയിച്ചവൻ്റെ, തോറ്റവൻ്റെ മനസ്സല്ല നമുക്ക് വേണ്ടത്, ഒരു വിന്നറുടെ മനസ്സാണ് നമുക്ക് വേണ്ടത്. ഞാൻ എന്തും എനിക്ക് ചെയ്യാൻ കഴിയും, അത് ഞാൻ നേടിയെടുക്കും, അത് ഞാൻ ആർജിച്ചെടുക്കും എന്നുള്ള ഒരു മനക്കട്ടി നമ്മുടെ മനസ്സിലേക്ക് വരണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ എല്ലാവരും തന്നെ ആ റിവിഷൻ്റെ ടോപ്പിക്ക് ഞാൻ പറഞ്ഞു. റിവിഷൻ നമ്മളുടെ ഇതാണ്, നമ്മളുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 1 തുടങ്ങി 7 വരെ ഒറ്റ നോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് അധികമൊന്നുമില്ല. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ അത് മുഴുവനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ക്ലാസ് നാളെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മുഴുവനായിട്ട് പറ്റില്ല. വെറുതെ ഇങ്ങോട്ട് ഓടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ പ്രത്യേകിച്ച് ഈ ആക്റ്റുകളൊക്കെ ആകുമ്പോൾ അത് വളരെ സ്ട്രെസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ തന്നെ നമ്മളത് പറയണതല്ല. അത് വെറുതെ ഈ പറഞ്ഞ രീതിയിൽ ആക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന പോലെ അങ്ങോട്ട് ഓടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് റിവിഷൻ എന്ന് പറയാനൊന്നും പറ്റില്ല, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുമ്പോൾ ആ രീതിയിൽ തന്നെ എടുത്ത് പോകാം. അതായത് ഞാൻ പറയുന്നത് സ്റ്റഡിയാണ് ഇവിടെ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടതൊക്കെ സ്ട്രെസ് ചെയ്ത് അതിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അത് പറയും. അതിനുശേഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. എന്നിട്ട് അത് നിങ്ങൾ ആൻസർ ചെയ്ത്, ഞാൻ പറഞ്ഞില്ല അയക്കണമെന്നൊന്നുമില്ല, നിങ്ങൾ തന്നെ വിലയിരുത്തി എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, മാർക്ക് കിട്ടുമ്പോൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. അങ്ങനെ ആ സിസ്റ്റം അനുവർത്തിച്ച് നമ്മൾ ഈ 2 മാസം നമ്മൾ ഇത്ര കഷ്ടം 11 മാസം നമ്മൾ ഇതിനു വേണ്ടി പുറകെ നടക്കുന്നു. ഇനി ആ 2 മാസം റിവിഷൻ്റെ സമയത്തുള്ള ആ 2 മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആകാവുന്ന മാസങ്ങളാണ് ഈ 2 മാസം. കാരണം നമ്മുടെ പേരുകളിൽ ഓരോ പേരുകൾ MSW എടുത്തു, സോഷ്യോളജി എടുത്തു, ഇങ്ങനെ ഓരോരോ പേരുകളിലായിട്ട് നമ്മൾ ജീവിച്ചു. അങ്ങനെ ജീവിച്ചിട്ട് പോകേണ്ടതല്ല. നമുക്ക് എന്താണ്, നമുക്കൊരു നോമൻക്ലേച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള അവസരമാണ് എന്ത്, നിങ്ങൾക്ക് വേണ്ടി, ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന സമയമാണ് ഈ 2 മാസം. ഈ 2 മാസം ശരിക്കും നിങ്ങൾ ഉപയോഗപ്പെടുത്തി ആ റിവിഷനുകളുടെ സഹായത്തോടു കൂടി നമുക്ക് എത്തിപ്പിടിക്കാം. നമുക്ക് നമ്മളോട് ഈ രീതിയിലുള്ള കരിങ്കാലി നയം കാണിക്കുന്ന കേരള PSCക്ക് മുമ്പിൽ VAJ അക്കാഡമിക്സിൻ്റെ കുട്ടികൾ അവരുടെ മിടുക്ക് കാണിക്കണം. മനസ്സിലായ, ഒരു ഫുട്ബോൾ കളിക്കായിട്ട് ഞാൻ ഇറക്കി വിടുകയാണ്. മത്സരം കേരള PSC വേഴ്സസ് VAJ അക്കാഡമിക്സ്. അതിൽ നിങ്ങൾ ബൂട്ടണിഞ്ഞ് ഇറങ്ങുവാണ് ചുണക്കുട്ടികളായിട്ട്. മനസ്സിലായോ? നിങ്ങൾ ആ കേരള PSCയുടെ ഓരോ ചോദ്യവും ആ കേരള PSCയുടെ വലയിലേക്ക് തിരിച്ചടിച്ചു കൊടുത്തിട്ട് മറുപടി പറയുന്ന VAJ അക്കാഡമിക്സിൻ്റെ ചുണക്കുട്ടികളായിട്ടുള്ള മറഡോണമാരും റൊണാൾഡീഞ്ഞോയും ഒക്കെ ആയി മാറണം നിങ്ങൾ. മനസ്സിലായി, അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ അധ്വാനങ്ങൾ മുഴുവനായിട്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും അധ്വാനിച്ച് അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. കാരണം ഇത് എൻ്റെയും നിങ്ങളുടെയും ആവശ്യത്തെ നമ്മുടെ കൂട്ടായ ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യമാണ്, നിങ്ങളുടെ കുട്ടികളുടെ ആവശ്യമാണ്, നിങ്ങളുടെ പരാധീനതകൾക്കും നിങ്ങളുടെ ദുഃഖങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ കിട്ടാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. മനസ്സിലായി, എല്ലാ കാലത്തും ഞങ്ങൾ ദുഃഖിച്ചിരിക്കുക എന്നുള്ളൊരവസ്ഥ മാറണം. ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീയുടെ ആ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞില്ലേ, അതായത് മകളായും സഹോദരിയായും ഭാര്യയായും അമ്മയായും അമ്മായിയമ്മയായും അമ്മുമ്മയായും മാത്രം ഒതുങ്ങാനുള്ളതല്ല സ്ത്രീ. പകരം അവർക്ക് ഈ മകളിൽ നിന്ന് അമ്മുമ്മയിലേക്ക് എത്തുമ്പോൾ ആ പ്രയാണത്തിനിടയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. അപ്പോൾ CDPO ആണ് ഞാൻ എന്നുള്ള ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ സർവശക്തൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതല്ലാതെ ഇപ്പം ഞാനിപ്പോൾ റേഡിയോ പോലെ ഒരു സൈഡിൽ നിന്നാണ് ഇതെല്ലാം പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്നോട് പറയാം. അപ്പോൾ
അതിനുള്ള ഒരു സമയം തരുവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാം. പറഞ്ഞോളൂ. അതെ, എന്ന എക്സാം അതായത് ഇപ്പോൾ ഈ സാറ്റർഡേ ആണോ? അല്ല, ഈ സാറ്റർഡേ ആണ്. ഓക്കെ. ഇനി വേറെ കാര്യങ്ങൾ ആർക്കെങ്കിലും എങ്ങനെയാണ് ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ലേ ഇല്ല 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 ഇല്ല, അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ ആയ പ്രയാസമായിരിക്കും. ഇപ്പൊ ആക്ട് ആണെങ്കിൽ ആ ആക്ട് തീർക്കും, എന്നിട്ടാണ് നമ്മൾ അടുത്തതിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ മൊത്തം കൺഫ്യൂഷൻ വന്ന് ബ്രെയിൻ അടിച്ചു പോകും. ആ ആ ആ അതുപോലെ ഇതെല്ലാം ഉണ്ട്. അത് നമ്മൾ എടുക്കാനുണ്ട്. അത് നമ്മൾ ഇതിൽ പറയുമ്പോഴത്തേക്കും അതെല്ലാം കൂടി കവർ ചെയ്ത് പോരും. അതിൻ്റെ ആ ഡയമെൻഷൻസ് ഒക്കെ, നമ്മുടെ ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം അതിൽ കടന്നു വരും നമ്മുടെ എക്സ്റ്റൻഷൻ ആ പോർഷൻ വരുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ ഹോം സയൻസിൻ്റെ ഇപ്പോൾ ഒരു ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്ക് എടുത്ത് അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അടുത്ത ദിവസം നമ്മൾ വേണമെങ്കിൽ സൈക്കോളജി എടുക്കും. അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാൻ കൂട്ടി. അതല്ലാതെ നമ്മളിപ്പോൾ ഹോം സയൻസ് തീർത്തിട്ട് സൈക്കോളജി പോകാമെന്ന് വെച്ചാൽ പെട്ടെന്ന് എക്സാം എങ്ങാനും ഇടിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതും നമുക്കൊരു നഷ്ടമായിട്ട് വരും. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ജാനുവരി വരെ വരില്ല. പക്ഷേ ഇനി നമ്മളുടെ റിവിഷൻ വളരെ സ്ലോ ആയിട്ടൊക്കെ പോകുമെന്നൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ, അത് മാത്രമല്ല മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാത്തിൻ്റെയും കിട്ടുന്ന ഒരു രീതിയിലേക്ക് തീരുമാനിക്കുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് പോകുക എന്ന് ഉദ്ദേശിച്ചാൽ ഒരു ടോപ്പിക്ക് മൊത്തം എടുത്ത് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണെങ്കിൽ ആ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് തീർത്തിട്ടാണ് അടുത്ത നമ്മളിപ്പോൾ ചൈൽഡ് ലേബർ ആണെങ്കിൽ ചൈൽഡ് ലേബറിലേക്ക് പോകുള്ളൂ. മനസ്സിലായി? അതല്ലാതെ ആ ഒരു സബ്ജക്റ്റ് തന്നെ തീർത്തിട്ട് നമ്മൾ സോഷ്യോളജി തീർത്തിട്ട് സൈക്കോളജി അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അതെ, നമ്മൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ PSCയുടെ നിലപാടനുസരിച്ചിട്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വന്നിരിക്കുന്ന ചോദ്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മുടെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ കഴിയൂല. എങ്കിലും മാക്സിമം നമ്മളിപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് നമ്മൾ നോക്കുമ്പോൾ അത് കുറച്ചുകൂടി നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ടല്ലോ എന്ന് തോന്നുന്ന ആ ഭാഗങ്ങൾ ആദ്യം ചെയ്തു പോകാം എന്നുള്ള രീതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്, ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി പറഞ്ഞു ഇങ്ങനെ അടുത്ത ദിവസത്തേക്കാൾ ഇത് മൺഡേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞു. LDC എക്സാം നടക്കുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാരണം LDC ചിലപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ചിലപ്പോൾ ആ കുട്ടി മാത്രമാണ് പറഞ്ഞിരിക്കും, ചിലർ ചിലപ്പോൾ പറയാത്തവരുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ എക്സാമിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ അവർക്ക് അത് എന്തായാലും അത് LDC മെയിൻ എക്സാമാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം ഒരു പരിഗണനയ്ക്ക് എടുക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം നമ്മുടെ രണ്ട് ലെസ് അതെ. അപ്പൊ അങ്ങനെ ആക്കട്ടെ, എന്നാ മൺഡേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കട്ടെ.
കാരണം നമ്മൾ എന്തായാലും നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ബിസിനസ് അല്ല, നിങ്ങളും അതേപോലെ തന്നെയാണ്, എന്നെ കണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്നു, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരാൾക്കൊരു കുറച്ച് കുട്ടികൾ എന്താ നൈസ് പറഞ്ഞോ നൈസ്. അതെ അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൺഡേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ ക്ലാസ് അടുത്ത ദിവസം ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ 3% അങ്ങനെയാണെങ്കിൽ എടുക്കാം. 97 കഴിഞ്ഞെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഇനി ഒരു 3% നമുക്ക് എടുക്കാനുണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേ തുടങ്ങി എന്നാൽ ഫ്രഷ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ 3% അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ റെഗുലർ ക്ലാസ് മുടക്കൊന്നുമില്ല. നമ്മുടെ ക്ലാസ് എന്തായാലും അടുത്ത ദിവസം തുടങ്ങി ക്ലാസ് ഉണ്ടാവും. എന്നിട്ട് ആ ബാക്കിയുള്ള പോർഷനും കൂടി ഒന്ന് കവർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. എന്നിട്ട് മൺഡേ തുടങ്ങി നമുക്ക് റിവിഷൻ പോകാം. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് പേരുണ്ടാകും. അത് മെയിനും എക്സാമും അല്ലേ. കാരണം ഇപ്പം എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു ഗവൺമെൻറ് ജോലിയല്ലേ. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് പരിഗണനയ്ക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് നമ്മളും സവിത എന്തേലും പറഞ്ഞോ? ആ ഇല്ല, ഞാൻ അതാണ് പറഞ്ഞപ്പോൾ ടിൻഡു ചോദിച്ചതും അതേപോലെ തന്നെയാണ്. നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും, അതായത് ആക്ട് തന്നെ വേണമെന്നില്ല, മനസ്സിലായി. അപ്പം ഇങ്ങനെ ആക്ടുകൾ തുടർച്ചയായിട്ട് ആക്ടുകൾ മാത്രം ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആക്ടുകളും കൂടി മൊത്തം ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. മൊത്തം ഏത് ആക്ടാണ് ആ ആക്ട്, ഈ ആക്ട്, അങ്ങനെ ഒരു ഇത് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് പരമാവധി ഒഴിവാക്കാൻ കഴിയും. മനസ്സിലായോ? അപ്പൊ എൻ്റെ ഒരു ആ ആ ആ പക്ഷെ ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ആക്ടുകളിൽ വരുന്ന സെക്ഷനുകളും അതേപോലെ അതിൽ വരുന്ന ഇതെല്ലാം വളരെ എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. മാറിപ്പോകാനുള്ള സാധ്യതകൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് പഠിക്കുമ്പോൾ, കാരണം എല്ലാത്തിലും മിക്കവാറും ആ, ആ, അല്ല, അതില് വേറെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ വേറെ ഗ്യാപ്പ് ഇട്ട് നമ്മൾ പഠിക്കുമ്പോൾ കുറെയൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൽ അടുപ്പിച്ചടുപ്പിച്ച് 2A 2Aയിൽ തന്നെ 2B അങ്ങനെ ഈ പറഞ്ഞ എഗ്രീഡ് പേഴ്സൺ, അല്ലെങ്കിൽ അടുത്തത് നമ്മൾ ചൈൽഡ് മാരേജ് ആക്ടിൽ അതിൽ 2A, ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഈ 2A അങ്ങനെയുള്ള ആക്ടുകൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, എല്ലാവരും പറയുന്നത് നമുക്ക് മുഖവിലൊക്കെ എടുക്കാം. ഈ പറഞ്ഞ പോലെ ആദ്യം അടുപ്പിച്ച് 2 ആക്ടുകൾ വേണമെങ്കിൽ പഠിപ്പിച്ച് നോക്കാം. എന്നിട്ട് എന്താണ് അതിൽ ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്ന് നോക്കാം. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ ഒരു ആക്ട് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു സംഭവം എടുത്തൊന്ന് റിലാക്സ് ചെയ്ത് അടുത്ത ആക്ട് പിന്നെ വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കുക, അങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു പവർ കൂട്ടാനായിട്ട് ഉപകരിക്കും എന്നാണ് തോന്നുന്നത്. മറ്റേതെന്ന് വെച്ചാൽ എല്ലാം സ്ഥിരമായിട്ട് ഇപ്പൊ ബ്രെയിൻ തന്നെ ചിന്തിക്കും ഇതെല്ലാം ഇത് തന്നെയാണ്, ഈ കേൾക്കുന്നത് തന്നെയാണ്. അപ്പൊ ഒരു വിരസത ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കുന്നവരിൽ എല്ലാവർക്കും ഒരു വിരസത ഉണ്ടാവും. അതിൻ്റെ ഇടക്ക് ആ വിരസതയ്ക്കിടയിലായിട്ട് എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നം കൂടി അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ഒരു പ്രശ്നം കൂടി വന്നാൽ തീർന്നു കാര്യം. അപ്പോൾ അയ്യോ, ഇതിലെ മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ പോലെ ഇരിക്കും. കാരണം എങ്ങനെയെങ്കിലും അപ്പോഴത്തേക്കും പിന്നെ ഒന്നും പഠിക്കാനായിട്ട് തോന്നുന്നില്ല. മറ്റേതല്ല, മറ്റേ ഒരെണ്ണം പഠിച്ച്, അപ്പോൾ അത് പഠിച്ചിട്ടുണ്ട്, ആ ആക്ട് എനിക്ക് നല്ല അറിവായിട്ട് പഠിച്ച് ആ ഒരു കോൺഫിഡൻസിൽ നിൽക്കുവാണ്. അടുത്തത് പിന്നെ പഠിക്കുമ്പോൾ വേറെ വിഷയമാണ്. അപ്പോൾ ബ്രെയിനും താല്പര്യമാണ്, പുതിയ എന്തോ കാര്യമാണ് പഠിക്കുന്നത് എന്ന് ബ്രെയിനും തന്നെ ചിന്തിക്കും. മറ്റേതെന്ന് വെച്ചാൽ അതല്ല, വേറൊരു ആക്ടാണ്, വീണ്ടും ആക്ടോ.
അപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പരീക്ഷിച്ച് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം, പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. നമുക്ക് എല്ലാ പിന്നെ നമ്മളാ ഒരു മെത്തഡോളജി പറയുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതാണ്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. ബെറ്റർ ഇതാണെന്ന് തോന്നുന്നു. നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അതാ ഞാൻ പറഞ്ഞത്. മെന്റലി കുറച്ച് നമ്മൾ എന്തുകൊണ്ടും മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ശരിയാണ്, ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് വെക്കുകൊണ്ടാണ്. പക്ഷേ നമ്മളുടെ ഈ ബ്രെയിനിന് നമ്മൾ കുറച്ച് റിലാക്സേഷൻ ആവശ്യമല്ലേ എന്നുള്ളതാണ്. കാരണം നമുക്ക് വേണ്ടോളം കുറേ സ്ട്രെസ്സുകൾ നമുക്കുണ്ട്. ജോലി സ്ഥലത്തെ സ്ട്രെസ്സ്, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇതിനിടയിൽ കൂടിയാണ് നമ്മൾ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഈ സാധനം എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ അതിന് കുറച്ച് റിലാക്സ്, നമ്മൾ പഠിക്കുന്നത് എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയും നമ്മളുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വളരെ ചിരിച്ച മനസ്സോടുകൂടി വേണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇരുന്ന് പഠിക്കാനായിട്ട്. അതല്ലാതെ എന്തോ സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയെങ്കിലും, അങ്ങനെയല്ല. സാറല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ CDPO ആണ്. അല്ലാതെ സാറിന് എന്താ റോൾ ഇതിൻ്റെ അകത്തുള്ളത്? ഒരു റോളും ഇല്ല. മനസ്സിലായി? നിങ്ങൾക്കാണ് അതിൻ്റെ അകത്ത് റോള്. നിങ്ങളുടെ മനസ്സ് പറഞ്ഞിരിക്കുവാണ് ഞാൻ CDPO ആണ്. ആയി, ഒന്നും ഇനി നോക്കാനില്ല, ആയി കഴിഞ്ഞു. മനസ്സിലായോ? CDPO എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വെച്ചു. ഞാൻ CDPO ആണ്, ജയിച്ചു, റാങ്ക് ലിസ്റ്റിൽ പെട്ടു എന്നുള്ള തീരുമാനത്തിലായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് എന്തായാലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ വേറെ ഇനി അഭിപ്രായങ്ങൾ ഒന്നുമില്ല അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? കാരണം അഭിപ്രായങ്ങൾ പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 19 ക്ലോസ് G ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം, അതിലൊരു മടിയും വേണ്ട. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്, അല്ലാണ്ട് സാറിൻ്റെ പ്രശ്നമല്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എന്തായാലും അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തിങ്കളാഴ്ച ദിവസം തുടങ്ങി എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. നാളെ തുടങ്ങി നമ്മുടെ റെഗുലർ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തിങ്കളാഴ്ചത്തേക്ക് നിങ്ങൾ മൈൻഡ് സെറ്റാക്കി വെക്കുക. പഠിക്കാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് തയ്യാറായിട്ട് ഇരിക്കുക. മനസ്സിലാവും? അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നല്ലൊരു സ്വപ്നം കണ്ട് നല്ലൊരു ഉറക്കം, അതായത് CDPOയുടെ കസേരയിൽ ചക്ര കസേര ഉണ്ടോയെന്നറിയില്ല, എന്തെങ്കിലും ഒരു കസേര ഉണ്ടാവുമല്ലോ, ആ കസേരയിൽ ഇരുന്ന് കറങ്ങുന്നതായിട്ടുള്ളൊരു സ്വപ്നവും കണ്ട് ഉറങ്ങുക. നമുക്ക് അടുത്ത ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴേക്കും നമ്മൾ CDPO ആയിരിക്കണം. അപ്പോൾ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുവാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, വെൽക്കം.